ഹലോ ഗൈസ്, എൻ്റെ പേര് ലൂക്കാൻസി. ഒരാളെങ്കിലും ഈ വീഡിയോ കാണുമെന്ന് അറിഞ്ഞോണ്ട് ഒരാളെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവസാനം വരെ കാണാൻ ശ്രമിക്കൂ. കാരണം എനിക്കും കുറെ സംശയങ്ങളുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടിട്ട്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ കുറെ നാളായിട്ട് എൻ്റെ മനസ്സിൽ ഈ ഒരു ടോപ്പിക് കിടക്കുകയാണ്. എസ്പെഷ്യലി കേരളത്തിലെ ഇലക്ഷൻ ടൈം തൊട്ട്. കാരണം ഇലക്ഷന്റെ ആ ടൈമിൽ കുറെ റീൽസും കമന്റ്സും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ കുറെ കമന്റ്സും റീൽസും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇപ്പൊ ഒരാൾ ഒരു മൈക്കും കൊണ്ട് ഇങ്ങനെ ഒരാളടുത്ത് ചോദിക്കാൻ പോവുകയാണ്, നിങ്ങൾ ഏത് പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇലക്ഷന്റെ ടൈമാണ്. അപ്പോൾ ഒരു വ്യക്തി പറയുന്നു, ഞാൻ ഒരു പാർട്ടിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പറയുന്നു. അതിന്റെ താഴെ കമന്റ്സ് എന്ന് പറഞ്ഞാൽ, ഇങ്ങേർക്ക് ബുദ്ധിയില്ല, മണ്ടനാണോ, ഇങ്ങേര് വലിയ മാസാന്ന് വിചാരിച്ചത് പറയുന്നത് വെച്ചാൽ മണ്ടത്തരമാണ്, എല്ലാവർക്കും പൊളിറ്റിക്സ് വേണം. ഓക്കെ, അതുപോലെ അതിന് റിയാക്ട് ചെയ്ത് കുറെ റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പൊളിറ്റിക്സും പൊളിറ്റിക്കൽ പാർട്ടിയും തമ്മിൽ രണ്ടാണ്. അതിനുള്ള വ്യത്യാസം നമ്മൾ ഈ പറയുന്നവർക്ക് അറിഞ്ഞൂടെന്ന് തോന്നുന്നു. കാരണം പൊളിറ്റിക്സ് വേറെ, പൊളിറ്റിക്കൽ പാർട്ടി വേറെ. പൊളിറ്റിക്സ് അല്ല പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പൗരനും പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പൊ എനിക്ക് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് പോലും പൊളിറ്റിക്സ് ഉണ്ട്, അവ അറിയാതെ തന്നെ. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ഇങ്ങനെയായിരിക്കണം, നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയായിരിക്കണം, നമ്മുടെ സിസ്റ്റം ഇങ്ങനെയായിരിക്കണം എന്നുള്ള നമ്മുടെ പൊളിറ്റിക്സ് ആണ്. പക്ഷെ ആ പൊളിറ്റിക്സിന് അടിസ്ഥാനത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഭരിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും പൊളിറ്റിക്സ് നമ്മുടെ പൊളിറ്റിക്സിനനുസരിച്ചല്ലെങ്കിൽ നമുക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ LDF, UDF, BJP, ഈ മൂന്ന് പാർട്ടിക്കാരും നമ്മുടെ പൊളിറ്റിക്സിനനുസരിച്ചല്ല ഭരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്സിനനുസരിച്ചല്ല മൂവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്സും അതല്ലെങ്കിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പൊ എല്ലാ പൗരനും പൊളിറ്റിക്സ് ഉണ്ട്, എല്ലാ പൗരനും പൊളിറ്റിക്സ് വേണം. അതിനർത്ഥം നമ്മൾ BJP അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ UDF ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ സപ്പോർട്ട് ചെയ്ത് മറ്റേതിനെ എതിർക്കുന്നതല്ല പൊളിറ്റിക്സ്. ഇപ്പോ നമുക്കെല്ലാവർക്കും നമ്മുടേതായ പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ഇന്ത്യയിലുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും കറപ്റ്റഡ് ആണ്. അത് UDF ആയാലും LDF ആയാലും BJP ആയാലും. 10 വർഷം കമ്മ്യൂണിസ്റ്റ് ഭരിച്ചു. നമ്മൾ കണ്ടത് മടുത്തിട്ടാണ് നമ്മളിൽ മിക്കവരും കോൺഗ്രസിനെ ഭൂരിഭാഗം കൊടുത്ത് ജയിപ്പിച്ചത്. കോൺഗ്രസ് ഇപ്പൊ ഭരിക്കുമ്പോൾ എന്തോ തോന്നുന്നു, ഞാൻ ഉൾപ്പെടെ കോൺഗ്രസിനാണ് വോട്ട് കൊടുത്തത്. എന്നിട്ട് കോൺഗ്രസ് ഇപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നത്? അതും മടുത്തു നമ്മള്. BJP കേന്ദ്രത്തിലാണ് ഭരിക്കുന്നത്. അത് അവരുടെ ഭരണം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് പാർട്ടീസും, ഇന്ത്യയിലുള്ള പാർട്ടീസ് എല്ലാം കറപ്റ്റഡ് ആണ്. ജനങ്ങളുടെ സംരക്ഷണമോ ജനങ്ങളുടെ ഹെൽത്തോ ഒന്നും അവർക്ക് ബാധകമല്ല. അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ പുരോഗതിയോ ഒന്നും അവർക്ക് ബാധകമല്ല. അവരുടെ കീശ വലുതാക്കുക എന്ന് മാത്രം. അതാണ് കറപ്ഷൻ. അതൊരു കറപ്ഷനാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്യും? ഏതെങ്കിലും ഒരു പാർട്ടി എങ്ങനെ വോട്ട് ചെയ്യും? ഇപ്പൊ ഒരു പാർട്ടിക്കും വോട്ട് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. കാരണം തമ്മിൽ ഭേദം തൊമ്മണ്ണൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഒരു പാർട്ടിക്കെങ്കിലും വോട്ട് കൊടുക്കുന്നത്. ഇപ്പൊ കോൺഗ്രസ് നമ്മൾ കൊടുത്തെന്ന് വിചാരിച്ചോ? കമ്മ്യൂണിസ്റ്റിന്റെ ഭരണം കൊണ്ട് തോറ്റിട്ടാണ് നമ്മൾ കോൺഗ്രസിന് വോട്ട് കൊടുത്തത്. കോൺഗ്രസ് ഇപ്പോ ഇതിൽ വന്നപ്പോ ഇപ്പൊ എന്തായി? ഭരണത്തിൽ കോൺഗ്രസ് വന്നപ്പോ ഇപ്പൊ എന്തോ നടക്കുന്നത്? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ പലർക്കും ഇപ്പോ കമന്റ്സ് വന്ന് ആർഗ്യൂ ചെയ്യാം. പക്ഷെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ കമന്റ്സ് വന്ന് ആർഗ്യൂ ചെയ്യാം, കോൺഗ്രസ് ഇന്നത്, കമ്മ്യൂണിസ്റ്റ് ഇന്നത് ചെയ്തു, BJP ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ബോധമുള്ളവർക്കറിയാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും കറപ്റ്റഡ് ആണ്. അതുകൊണ്ട് വോട്ട് ആർക്കും ചെയ്യാത്തവരെ നമുക്ക് കുറ്റം പറയാൻ ഒരിക്കലും സാധിക്കില്ല. ഇപ്പോ വോട്ട് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ റൈറ്റ്സ് ആണ്. വോട്ട് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ്സ് ആണ്. വോട്ട് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ റൈറ്റ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് മാൻഡറ്റോറി ആയിട്ടുള്ള ഒബ്ലിഗേഷൻ ആണ്. എന്ന് വെച്ചാൽ ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മുടെ റൈറ്റ്സോ ഫ്രീഡം ഓഫ് ചോയ്സോ അല്ല. നമുക്കൊരു സംഗതി ചെയ്യാൻ റൈറ്റ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. അത് ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. ഇപ്പൊ ചെയ്തേ പറ്റൂ, വോട്ട് ചെയ്തേ പറ്റുള്ളൂ, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നമ്മൾ വോട്ട് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേഷൻ ആണ്, ഒരു മാൻഡറ്റോറി ആയിട്ടുള്ള ഒബ്ലിഗേഷൻ ആണ്. അതൊരു റൈറ്റ്സ് എന്ന് പറയാൻ പറ്റൂല, അതൊരു ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയാൻ പറ്റൂല, അതൊരു ഒബ്ലിഗേഷൻ. ഇപ്പോൾ ഒരു പാർട്ടി നമ്മുടെ പൊളിറ്റിക്സിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഭരിക്കുന്നെങ്കിൽ ഒരു പാർട്ടിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മുടെ റൈറ്റ്സ് ആണ്. ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യാതിരിക്കുന്നത് നമ്മുടെ റൈറ്റ്സ്, നമ്മുടെ ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. ഫ്രീഡം ഓഫ് ചോയ്സ് ആണ് നമ്മുടെ റൈറ്റ്സ്. മനസ്സിലായില്ലേ? ഞാൻ ഈ വീഡിയോ കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ, നമ്മൾ വോട്ട് ചെയ്യാത്തവരെയോ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാത്തവരെയോ പ്രത്യേകിച്ച് ഇലക്ഷന്റെ ഒക്കെ ടൈം വരുമ്പോൾ ഷെയിം ചെയ്യുന്നതോ കളിയാക്കുന്നതോ ബുദ്ധിയില്ലാത്തവരെന്ന് പറയുന്നതിലോ ഒരു ലോജിക്കും ഇല്ല. കാരണം പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല പൊളിറ്റിക്സ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി നമ്മുടെ പൊളിറ്റിക്സിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഭരിക്കുന്നതെങ്കിൽ നമുക്ക് ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും വോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പൊളിറ്റിക്സിനനുസരിച്ചല്ലല്ലോ അവർ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും കറപ്റ്റഡ് ആണല്ലോ. എല്ലാവരുടെയും ഭരണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ.
മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ മാൻഡറ്ററി ആയിട്ടുള്ള ഒബ്ലിഗേഷൻ ചെയ്യുന്നത് വേറെ, നമ്മുടെ റൈറ്റ്സ് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ചോയ്സ് വേറെ. അതുകൊണ്ടാണ് വോട്ട് ചെയ്യാതിരിക്കുന്നതും നമ്മുടെ റൈറ്റ്സ് തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ബൈ.